സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹം നിങ്ങളോട് 2 വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് ഒരു അവസരം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും നൽകിയാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് 2 വാക്ക് സംസാരിക്കുന്നതിന് ഒരു ആശംസ പ്രകടനം നടത്തുന്നതിന് വേണ്ടി. ജനാധിപത്യ വിശ്വാസികളെ, സമര പോരാളികൾ, നാം ഇന്ന് സമരം ചെയ്യുന്നത് നമ്മൾ ജോലി ചെയ്ത് സമ്പാദിച്ച് നമ്മുടെ വൃത്തി കഴിഞ്ഞ് ബാക്കി വച്ച പണം നമുക്ക് വിശ്വാസമുള്ള പെരുമ്പാവൂർ അർബൻ ബാങ്കിൽ നമ്മൾ നിക്ഷേപിക്കുകയുണ്ടായി. നമുക്ക് ഏതെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പണം നിക്ഷേപിച്ചത്. ആ പണം ഈ ബാങ്കിനകത്ത് കള്ളന്മാരുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നമ്മളുടെ പണം കൊള്ളയടിച്ച് ഇന്ന് ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പല പ്രസ്ഥാനങ്ങളിലുമായി ഈ പണം കൊള്ളയടിച്ച ആളുകൾ ജനവിധി തേടുകയാണ്. ലജ്ജ തോന്നുന്നു. ഈ പ്രസ്ഥാനങ്ങൾക്ക് മറ്റു സ്ഥാനാർത്ഥികളില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടി വന്ന ഗതികേട് വന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാന്യരെ, ഞാൻ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിലെ 2ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഒരു രാഷ്ട്രീയ കക്ഷികൾക്കും പിന്തുണ കൊടുക്കാതെ ഇനി ഞാൻ ഇവിടെ മത്സരിച്ച് ജയിച്ച് ഒരു ജനപ്രതിനിധിയായി വന്നാൽ എൻ്റെ ആശയങ്ങളെ പണയം വയ്ക്കാതെ ഈ സമരം ചെയ്യുന്ന സമര പോരാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം കൂടെയുണ്ടാകും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ. ഈ നാട്ടിലെ പല കാര്യങ്ങളും ഊന്നി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ മത്സര രംഗത്ത് വന്നിട്ടുള്ളത്. ഞാൻ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. എന്തുകൊണ്ടാണ് ഞാൻ സ്ഥാനാർത്ഥിയായി വന്നതെന്ന് ഞാൻ മത്സരിക്കുന്ന വാർഡിൽ എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം. 3 കാര്യങ്ങൾ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1, അഴിമതിക്കെതിരെ പോരാടും. 2, നമ്മുടെ പെരുമ്പാവൂരിനെ പിടിച്ചുകുലുക്കുന്ന മയക്കുമരുന്നിനെതിരെ ശബ്ദം 10 വർഷമായിട്ട് ഞാനിവിടെ പ്രതിഷേധമൊരുക്കുന്നുണ്ട്. അത് തുടരും. ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ അതിനെതിരെ സമരം ചെയ്യും. പിന്നീട് ഞാൻ പറഞ്ഞിട്ടുള്ളത്, എനിക്ക് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിലെ ശമ്പളമായി കിട്ടുന്ന 8600 രൂപ എൻ്റെ നാട്ടിലെ കിടപ്പ് രോഗികൾക്ക് നൽകി ഞാൻ എൻ്റെ നാടിനെ സംരക്ഷിക്കുമെന്നാണ് എൻ്റെ മുദ്രാവാക്യം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ ഈ സമ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പ്രതിനിധിയായി വന്നാൽ നിങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിങ്ങളുടെ ഈ കേസുകളിൽ ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങളുടെ കേസിൽ കക്ഷി ചേർന്ന് നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാന്യരെ ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.